വെൽക്കം. തഹ്മാനാണ്. നെർവസ് സിസ്റ്റം അനാറ്റമി ആൻഡ് ഫിസിയോളജി വീഡിയോ സീരീസിൽ ഈ വീഡിയോയിൽ നമ്മൾ ബ്രെയിനിന്റെ ഏറ്റവും വലുതും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ സെറിബ്രം അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ പറയാനുണ്ട് എന്ന് വെച്ചാൽ, വി ഹാവ് ടു ടോക്ക് അബൌട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് സെറിബ്രം. രണ്ടാമത്തത് ഗ്രേ മാറ്റർ ഓഫ് ദ സെറിബ്രം. ഗ്രേ മാറ്റർ പറയുമ്പോൾ വാട്ട് ആർ ദ ഡിഫറെന്റ് ലോബ്സ് പറയണം, ഫങ്ഷണൽ ഏരിയാസ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യം പറയണം. ദെൻ അബൌട്ട് ദ വൈറ്റ് മാറ്റർ ഓഫ് ദ സെറിബ്രം. സോ ഒരു 10 മാർക്കിന്റെ ചോദ്യം. ഡിസ്കസ് ദ അനാറ്റമി ഓഫ് സെറിബ്രം ആൻഡ് ഫങ്ഷൻ. സോ അനാറ്റമി ഞാൻ പറയുമ്പോഴത്തേക്കും ഫങ്ഷൻസ് നിങ്ങൾക്ക് സ്വയം മനസ്സിലായിക്കോളും, പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഇനി സെറിബ്രത്തിന് വേറെ പേരുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. അതിന്റെ പേര് ടെൽ എൻസെഫലോൺ. എൻസെഫലോൺ നമ്മൾ എല്ലാ ഭാഗത്തെയും പറയാൻ ഉപയോഗിക്കുന്ന പേരാണ്. ബ്രെയിനെ പറ്റി പറയാൻ നമുക്ക് എൻസെഫലോൺ എന്ന് പറയും, ടെൽ എൻസെഫലോൺ. വേറൊരു പേര് പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു പേരാണ് പാലിയം. സോ ഇത് രണ്ടും സെറിബ്രം തന്നെയാണ്. എവിടെയെങ്കിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ സെറിബ്രം. ആൻഡ് ദിസ് സെറിബ്രമാണ് ബ്രെയിനിന്റെ ഏറ്റവും ലാർജസ്റ്റ് പാർട്ട് ആൻഡ് ദ പ്രിൻസിപ്പൽ പാർട്ട്. അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ പോയിന്റ് ആയിട്ട് എഴുതാം. ഏറ്റവും വലുത്, 80% അധികം, 2/3, 3/2 ഭാഗവും സെറിബ്രമാണ്. 80% സെറിബ്രമാണ്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പൽ പാർട്ട്, നമ്മുടെ ബുദ്ധി, ചിന്ത എല്ലാം സെറിബ്രത്തിലാണ്. ആൻഡ് അതൊരു പോയിന്റ് ആയിട്ട് നമുക്ക് എഴുതാം. ഇനി സെറിബ്രം എവിടെയാണ് ഇരിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്രേനിയൽ ഫോസയിലാണ്. ഇൻ ദ ക്രേനിയൽ ഫോസ. അതിന്റെ ഭാഗങ്ങളെ പറ്റി ഞാൻ പറയുന്നില്ല. ബ്രെയിനിന്റെ ഏറ്റവും മുകൾ ഭാഗമാണ് അല്ലെ, മോസ്റ്റ് സുപ്പീരിയർ റീജിയൻ ആണ്. മോസ്റ്റ് സുപ്പീരിയർ റീജിയനിലാണ് സെറിബ്രം ഉള്ളത്. ബാക്കി എല്ലാ ഭാഗങ്ങളും അടിയിലാണ്. അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്, 4ാമത്തെ പോയിന്റ്, ഇൻ ദ ബ്രെയിൻ ഓർ ഇൻ ദ സെറിബ്രം, ഗ്രേ മാറ്റർ എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ആണ്, പുറത്താണ്. വൈറ്റ് മാറ്റർ എന്ന് പറയുന്നത് എവിടെയാണ്? ഉള്ളിലാണ്, ഇൻസൈഡ്. അപ്പൊ ഇത് സ്പൈനൽ കോഡുമായിട്ടുള്ള പ്രധാന വ്യത്യാസമാണ്. സ്പൈനൽ കോഡിൽ ഗ്രേ മാറ്റർ ഇൻസൈഡും വൈറ്റ് മാറ്റർ ഔട്ട്സൈഡും ആയിരുന്നു. ഇവിടെ പക്ഷെ നേരെ തിരിച്ചാണ്. എന്താണ് ഗ്രേ മാറ്റർ, എന്താണ് വൈറ്റ് മാറ്റർ, അത് നമ്മൾ പല വീഡിയോയിൽ പറഞ്ഞാണ്. ലാസ്റ്റ് സ്പൈനൽ കോഡിലും അത്യാവശ്യം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ പറയുന്നില്ല. ഈ ബ്രെയിനിന്റെ ഈ ഔട്ടർ, ഏറ്റവും പുറത്തുള്ള ഈ ഗ്രേ മാറ്ററിനെയാണ് നമ്മൾ കോർട്ടക്സ് ഓഫ് ദ ബ്രെയിൻ എന്ന് വിളിക്കുക. സെറിബ്രൽ കോർട്ടക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് ബട്ട് ദാറ്റ് ഈസ് ഗ്രേ മാറ്ററിനെയാണ് നമ്മൾ പറയുന്നത് സെറിബ്രൽ കോർട്ടക്സ്. സെറിബ്രൽ കോർട്ടക്സ് എന്നൊക്കെ പറയുന്നത് ഗ്രേ മാറ്റർ ആണ്. ആൻഡ് ഇതൊരു നോക്കുക, ഇത് ഏറ്റവും പുറം ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഒരു 2 to 4 millimeter തിക്നെസ്, അത്രയേ ഉള്ളൂ കനത്തിൽ. ബ്രെയിനെ ഇങ്ങനെ പൊതിഞ്ഞ് കാണുന്നതാണ് ഈ കോർട്ടക്സ് ഓഫ് ദ ബ്രെയിൻ. ഈ ഭാഗത്ത് ഈ 2 ലൈൻ, ഈ ലൈനിലും ഇടയിലുള്ള. സോ ഇങ്ങനെ നോക്കുന്നത്, ഈ കാണുന്നത് നമ്മൾ കോർട്ടക്സ് ആണ് കണ്ടുകൊണ്ടിരിക്കുക. സോ ഇതിന്റെ അകത്താണ് ബ്രെയിനിന്റെ മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് എന്താണുള്ളത്, സെൽ ബോഡീസ്. സോ ഗ്രേ മാറ്റർ ഈ സെൽ ബോഡികളുടെ കൂട്ടമാണ്. സോ ഒരു ന്യൂറോൺ ഇങ്ങനെ അങ്ങ് പോവുകയാണെങ്കിൽ ഇത് അതിന്റെ ആക്സോൺ ആണെങ്കിൽ, ഇത് ഡെൻഡ്രൈറ്റ്സും, ഇത് സെൽ ബോഡി ആണെങ്കിൽ ഈ സെൽ ബോഡിയാണ് ഇവിടെ ഇരിക്കുക. സെൽ ബോഡി 1 ഇവിടെ ഇരിക്കുന്നു, സെൽ ബോഡി 2 ഇവിടെ ഇരിക്കുന്നു. ഇതിന്ന് പുറത്തേക്ക് ആക്സോൺ ഇങ്ങനെ പോകും. സോ ഈ സെൽ ബോഡിയിൽ നിന്ന് പോകുന്ന ആക്സോണുകൾ ഇത് ഇങ്ങോട്ടേക്ക് വരികയാണ്. അതുകൊണ്ടാണ് അത് ഉള്ളിൽ, ഇത് പുറമേയും ഇത് ഉള്ളിൽ ആകാനും കാരണം അതാണ്. ആൻഡ് ഇതിങ്ങനെ കൂട്ടമായിട്ട് പോകുന്ന ഭാഗത്തെയാണ് നമ്മൾ വൈറ്റ് മാറ്റർ എന്ന് വിളിക്കുക. സോ വൈറ്റ് മാറ്റർ ഈസ് ഇൻസൈഡ് ആൻഡ് ദിസ് ഗ്രേ മാറ്റർ ഈസ് ഔട്ട്സൈഡ്. ഇനി 4ാമത്തെ പോയിന്റ്, സെറിബ്രം ഒന്നായിട്ടല്ല ഇരിക്കുക, 2 ഹെമിസ്ഫിയേഴ്സ് ആണ്. സോ അപ്പം നമ്മൾ ഹെമിസ്ഫിയേഴ്സിനെ കുറിച്ചിട്ടാണ് പറയാ. 2 ഹെമിസ്ഫിയേഴ്സ് ഉണ്ട്, 1 ഓൺ ദ ലെഫ്റ്റ് സൈഡ് ആൻഡ് 1 ഓൺ ദ റൈറ്റ് സൈഡ്. സോ ഇതാണ് റൈറ്റ്, ഇത് ലെഫ്റ്റ്. അത് സി ഷേപ്ഡ് ആണ്, സി ഷേപ്ഡ് ഹെമിസ്ഫിയേഴ്സ്. 2 സി ഷേപ്ഡ് ഹെമിസ്ഫിയേഴ്സ്, ഇടത്തും വലത്തും ഓരോന്ന് വിധം. രണ്ടാവൻ കാരണം എന്തായിരുന്നു? രണ്ടാവൻ കാരണം ബിക്കോസ് ഈ ഗ്യാപ്പ് ആണ്. ഈ ഗ്യാപ്പിനെ നമ്മൾ വിളിക്കുക ഫിഷർ. സോ കൃത്യം ഇതിന്റെ പേര് ലോഞ്ചിറ്റ്യൂഡിനൽ ഫിഷർ, ഓർ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇതിങ്ങനെ താഴത്തേക്ക് ഒരു ഫിഷർ പോകുന്നുണ്ട്. അതിനെ നമ്മൾ മീഡിയൽ, നടുവിലുള്ളത് കൊണ്ട് മീഡിയൽ ലോഞ്ചിറ്റ്യൂഡിനൽ ഫിഷർ എന്ന് വിളിക്കും. പക്ഷെ ഉള്ളിൽ ഇത് കണക്റ്റഡ് ആണ് കേട്ടോ. ഉള്ളിൽ ഇത് കണക്ട് ചെയ്യുന്നത് വൈറ്റ് മാറ്റർ കൊണ്ട് കണക്റ്റഡ് ആണ്. അതിന്റെ പേര് കോർപ്പസ് കാലോസം എന്നാണ്. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് വീണ്ടും പറയും. ഇനി കോർട്ടക്സിന്റെ സർഫസ് നോക്കൂ, സ്മൂത്ത് ആണോ? അല്ല. സ്മൂത്ത് ആണെങ്കിൽ നമ്മൾ ഒറ്റൊരു വര ഇങ്ങനെ വരച്ചാൽ മതിയായിരുന്നു, തമൊരേ പോലെയാണ്. പക്ഷെ ഒരുപാട് കൺവല്യൂഷൻസ് ഉണ്ട്, ഡിപ്രഷൻസ് ഉണ്ട്. ഉയർന്നും താഴ്ന്നും, ഉയർന്ന ഭാഗമായിട്ടും താഴ്ന്ന ഭാഗമായിട്ടും ഇങ്ങനെ ചുളുങ്ങി കൂടിയാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ചുളുങ്ങി കൂടിയിരിക്കുന്ന ബ്രെയിനെ നമ്മൾ സാധാരണ ഗൈറൻസെഫാലിക് ബ്രെയിൻ എന്നാണ് പറയുന്നത്. എല്ലാ ജീവജാലങ്ങൾക്കും ഇതേപോലെ ഗൈറൻസെഫാലിക് ആവണമെന്നില്ല, എങ്കിലും നമ്മുടെ ഗൈറൻസെഫാലിക് ടൈപ്പാണ്. ഇതിനെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇൻട്രാ യൂട്രൈൻ ലൈഫിൽ നമ്മുടെ ഒരു 24ാമത്തെ ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിരുന്നു, സ്മൂത്ത് ആയിരുന്നു. പക്ഷെ അതിനുശേഷം നമ്മുടെ കോർട്ടക്സ് അങ്ങോട്ട് കയറി വളരാൻ തുടങ്ങും. അതിന്റെ അകത്തുള്ള വൈറ്റ് മാറ്റർ അത്രയും സ്പീഡിലല്ല വളരുക. അപ്പൊ ഈ കോർട്ടക്സിന് ഇത് എവിടെയെങ്കിലും ഇരിക്കണ്ടേ, അങ്ങനെ ബ്രെയിനിന്റെ എല്ലാ ഭാഗത്തേക്ക് ഇങ്ങനെ മടങ്ങി കയറുമ്പോഴാണ് ഇങ്ങനെ ചുളുക്കൽ ഇങ്ങനെ ഉണ്ടാവുക. സോ അതുകൊണ്ടാണ് ചുളുങ്ങിക്കൂടിയിരിക്കുക. സോ അപ്പൊ ചുളുങ്ങിക്കൂടിയിരിക്കുമ്പോൾ ഇങ്ങനെ ഉയർന്ന ഭാഗവും കാണും. ഇതൊരു ഉയർന്ന ഭാഗമാണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ഇത് ഇങ്ങനെ ഒരു ഡിപ്രഷൻ ഭാഗം ഉണ്ടാവും.
ഈ ഉയർന്ന ഭാഗങ്ങളെ നമ്മൾ ഗൈറൈ എന്നാണ് വിളിക്കുക. ഉയർന്ന ഭാഗങ്ങൾ ഗൈറൈ. ആൻഡ് ഈ ചുളുക്കി കൂടി ഉള്ളിലേക്ക് പോകുന്ന ഭാഗങ്ങൾ സൾക്കൈ എന്നാണ് വിളിക്കുക. സോ സൾക്കൈ ഉണ്ട്, ഗൈറൈ ഉണ്ട്. സൾക്കസും ഗൈറസും ഒക്കെ സിംഗുലർ ആയിരിക്കും. അപ്പൊ ഡീപ് ഷാലോ ഗ്രൂവ്സ് കോൾഡ് സൾക്കൈ ആൻഡ് ദിസ് പ്രൊജക്ഷൻസ് കോൾഡ് ആസ് ഗൈറൈ. പക്ഷെ ഇങ്ങനെ ഒരു ഗൈറൈ ഭയങ്കരമായിട്ട് ഡീപ്പായിട്ട് അകത്തേക്ക് പോവുകയാണെങ്കിൽ എ ഡീപ് ഗ്രൂവ് വിച്ച് ഡിവൈഡ് സം ഏരിയ ഇൻടു ടു, രണ്ടാക്കുകയാണെങ്കിൽ അതിനെ അപ്പം നമ്മൾ വിളിക്കുക പേര് ഫിഷർ എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു സെറിബ്രത്തിന്റെ ഇടതും വലുതുമായിട്ട് തിരിക്കുന്ന ലോഞ്ചിറ്റ്യൂഡിനൽ മീഡിയൽ ലോഞ്ചിറ്റ്യൂഡിനൽ ഫിഷർ, അതൊരു ഫിഷറാണ്, അതൊരു സൾക്കൈ അല്ല. അടുത്ത പോയിന്റ് അഞ്ചാമത്തെ പോയിന്റ് ആയിരിക്കും. അഞ്ചാമത്തെ പോയിന്റ് ഈസ് അബൌട്ട് പോൾസ്. ഓരോ സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സിനും 3 പോൾസ് ഉണ്ട്. 3 പോൾ. ഏറ്റവും മുൻവശത്ത് ദിസ് വൺ ഇസ് ദ മുൻവശം. ഈ മുൻവശത്തുള്ളത് ഫ്രോണ്ടൽ പോളാണ്. ഫ്രോണ്ടൽ പോളാണെങ്കിൽ ഏറ്റവും പിറകുവശം ഇത് എന്തായിരിക്കും? ഓസിപീറ്റൽ പോൾ ആണ് ഇത്. ആൻഡ് ഈ സൈഡിൽ ഇങ്ങനെ ഉള്ളത് അതിനെ നമ്മൾ ടെമ്പറൽ പോൾ എന്നാണ് വിളിക്കുക. ടെമ്പറൽ പോൾ. ബ്രെയിൻ ഉണ്ടാവുന്ന കാലത്ത് ഇത് പുറകുവശത്തായിരുന്നു. പക്ഷേ ഡെവലപ്മെന്റ് വരുമ്പോഴത്തേക്കും തള്ളിയാണ് ഇതിങ്ങനെ ഈ സൈഡ് ഇങ്ങനെ വീർത്തിരിക്കുക. അപ്പൊ 3 പോൾ. ഇനി അപ്പൊ ആറാമത്തെ പോയിന്റ്, ഓരോ സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സിനും സെറിബ്രത്തിന്റെ ഓരോ ഭാഗത്തിനും 3 സർഫസസ് ഉണ്ട്. സർഫസസ് ഓഫ് ദ സെറിബ്രം ആണ് ഞാൻ പറയാം. ഇപ്പൊ ബ്രെയിൻ നമ്മൾ ക്രേനിയൽ കാവിറ്റി അത് പൊട്ടിച്ചിട്ട് വെറുതെ എടുത്ത് പുറത്തു വെച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഇതായിരിക്കും. ഇതും കാണാം, നമുക്ക് ഇതും കാണാം. അപ്പൊ അതിനെ നമ്മൾ വിളിക്കുക സൂപ്പറോ. മുകൾ ഭാഗത്തെ സൂപ്പറോ എന്ന് വിളിക്കും. താഴ്ഭാഗം ലാറ്ററലാണ്. സോ സൂപ്പറോ ലാറ്ററൽ സർഫസ് ആണ് ഈ കാണുന്നത്. സൂപ്പറോ ലാറ്ററൽ സർഫസ്. സോ ഇതാണ് ഒന്നാമത്തെ സർഫസ്. ഇനി നമ്മൾ ഈ അടിഭാഗത്ത് നിന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ വാട്ട് വി വിൽ സീ ഈസ് ദിസ് വൺ. ഇതാണ്, ഇങ്ങനെ ആയിരിക്കും കാണുക. അപ്പോൾ ഈ ഒരു ഭാഗം കാണും, ഈ ഒരു ഭാഗം കാണും. ആൻഡ് ദിസ് ഭാഗം, ഈ ഭാഗം ഓർബിറ്റൽ സർഫസ് ആണ്. ഓർബിറ്റൽ സർഫസ്. ആൻഡ് ഈ ഭാഗം നമ്മൾ വിളിക്കുക ടെൻറ്റോറിയൽ സർഫസ് ആണ്. ആൻഡ് ഈ ഓർബിറ്റൽ ഭാഗവും ടെൻറ്റോറിയൽ സർഫസും കാണുന്ന സർഫസിനെ നമ്മൾ വിളിക്കുക ഇൻഫീരിയർ സർഫസ് ആണ്. അപ്പോൾ അത് രണ്ടാമത്തെ സർഫസ് ഈസ് ഇൻഫീരിയർ സർഫസ്. ഇനി നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ ആണ് മീഡിയൻ ഫിഷർ വഴി ഇങ്ങനെ കണ്ടിക്കുമ്പോൾ നമ്മൾ ഈ ഭാഗം സെപ്പറേറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുകയോ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് നോക്കുകയോ ചെയ്താൽ അപ്പോൾ കാണുന്നതാണ് ഇത്. അതിനെ നമ്മൾ വിളിക്കുക മീഡിയൻ സർഫസ് എന്നാണ്. മീഡിയലോ സർഫസ്. സോ മൂന്നാമത്തെ സർഫസ് ഈസ് മീഡിയൻ സർഫസ് ആൻഡ് ദിസ് ഈസ് ഫ്ലാറ്റ് വെർട്ടിക്കൽ ആണ്. ഇങ്ങനെ ഫ്ലാറ്റ് വെർട്ടിക്കൽ ആയിട്ടുള്ള സംഭവമാണിത്. ഫ്ലാറ്റ് വെർട്ടിക്കൽ. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കോൺവെക്സ് ഷേപ്പാണ്. ഇതിന് ഒരു ഇറഗുലർ ഷേപ്പാണ്. അപ്പോൾ 3 സർഫസസ് പറഞ്ഞു. ഇനി നമുക്ക് ഏഴാമത്തെ പോയിന്റ്, ബ്രെയിനിന് 4 ബോർഡേഴ്സ് ഉണ്ട്. സോ ബോർഡേഴ്സ് ഉണ്ട്. മുകളിലെയും നടുവിലെയും ഇത് തന്നെ വീണ്ടും സുപ്രാമീഡിയലാണ്. സുപ്രാമീഡിയൽ ബോർഡർ എന്ന് വിളിക്കും. താഴെയുള്ളത് ഇത് അല്ലെങ്കിൽ ഇത് നമുക്ക് ഇൻഫീരിയോ ലാറ്ററൽ എന്ന് വിളിക്കാം. നടുവിലുള്ളത് 2 എണ്ണം. ഇവിടെ ഉള്ളത് നടുവിലുള്ളതാണ്, അതുകൊണ്ട് മീഡിയൻ ഓർബിറ്റൽ എന്ന് വിളിക്കാം. ഇത് നമുക്ക് മീഡിയൻ ഓസിപീറ്റൽ എന്ന് വിളിക്കാം. സോ അപ്പോൾ 4 ബോർഡേഴ്സ്. ഏകദേശം സർഫസും ബോർഡേഴ്സും ഏകദേശം ഒരേപോലെ പറയാം. ഇനി നമുക്ക് കാണേണ്ടത് ബ്രെയിനിലെ പ്രധാനപ്പെട്ട മേജർ സൾക്കൈ ആൻഡ് ഗൈറൈ ആണ്. അപ്പോൾ ഇത് പോയിന്റ് നമ്പർ 8 ആണ്. മേജർ സൾക്കൈ ആൻഡ് ഗൈറൈ. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗങ്ങളും കൂടിയാണ് നമുക്ക് പറയാം. സോ സെറിബ്രത്തിന്റെ നടുവിൽ, മുകളിൽ നിന്ന് തുടങ്ങുക, നടുവിൽ ഇത് നടുവശമാണ്, മുകളിൽ നിന്നും തുടങ്ങുന്ന സൾക്കസ് ആണ് സെൻട്രൽ സൾക്കസ്. ഇതാണ് സെൻട്രൽ സൾക്കസ് എന്ന് പറയും. സെൻട്രൽ സൾക്കസ് ഓഫ് റൊളാൻഡോ എന്നാണ് ഫുൾ പേര്. നമ്മൾ സെൻട്രൽ സൾക്കസ് എന്നാണ് പറയത്തുള്ളൂ. ഇതാണ് ഏറ്റവും വലുത്. മോസ്റ്റ് വലുത് സൾക്കായി ഇതാണ്. ആൻഡ് ഇത് ഇത്തിരി ചെരിഞ്ഞാണ് പോകുന്നത്. മുന്നോട്ട് ഒരു 70 ഡിഗ്രി ആംഗിളിൽ ഒബ്ലിക് ആയിട്ടാണ് പോവുക. നേരെ ഇങ്ങനെയല്ല വരിക. ആൻഡ് ഇത് അവസാനിക്കുന്നത് ഇത് വേറെ സൾക്കയാണ്, അത് ഞാൻ പറയാം. ആൻഡ് പോസ്റ്റീരിയർ റാമയിലാണ് പോയി അവസാനിക്കുക. ആൻഡ് ഈ തലയുടെ മുൻഭാഗത്ത്, ഇനി ഇത് മുൻഭാഗമാണ്, ഇത് പിറകു ഭാഗമാണ്. ഇവിടേക്കാണ് നമ്മുടെ കണ്ണൊക്കെ ഉള്ളത്. ഇവിടെയാണ്. ഓക്കെ, ഇവിടെ നമ്മുടെ പുറകുവശം, തലയുടെ പുറകുവശം. സോ മുൻഭാഗത്ത് ഇതിന് തൊട്ട് മുമ്പായിട്ട് ഒരു സൾക്കയുണ്ട്. അപ്പോൾ മുമ്പിലുള്ള സൾക്കയാണ് സെൻട്രൽ സൾക്കസിന്റെ മുന്നിലുള്ളതാകുമ്പോൾ നമുക്ക് പേരിടാനായിട്ട് സുഖമാണ്. പ്രീ സെൻട്രൽ സൾക്ക. അതിനെപ്പറ്റി മാത്രമാണ് സൾക്കസ്. അപ്പോൾ അതേപോലെ തന്നെ പിറകു ഭാഗത്തും വരണമുണ്ട്. അപ്പോൾ നമ്മൾ അതിനെന്ത് വിളിക്കും? പോസ്റ്റ് സെൻട്രൽ സൾക്കസ് എന്ന്. സോ ഒരു സെൻട്രൽ സൾക്കായി, അതിന് മുന്നിൽ പ്രീ സെൻട്രൽ സൾക്കായി, പിറകിൽ പോസ്റ്റ് സെൻട്രൽ സൾക്കായി. അപ്പോൾ ഇതൊരു സൾക്കായി, ഇതൊരു സൾക്കായി. ഇപ്പോൾ 2 സൾക്കായി
സൽക്കൈ വരുമ്പോൾ അതിനിടയിൽ ഒരു ഗൈറൈ എന്തായാലും ഉണ്ടായേ പറ്റൂ. സോ സെൻട്രൽ സൽക്കസിനും പ്രീ സെൻട്രൽ സൽക്കസിനും ഇടയിലുള്ള ഗൈറയെ നമ്മൾ പ്രീ സെൻട്രൽ ഗൈറൈ എന്നാണ് വിളിക്കുക. പ്രീ സെൻട്രൽ ഗൈറൈ ഓർ ഗൈറസ് ആകുമ്പോൾ ഗൈറസ് സിംഗുലർ. അതേപോലെ പിറകിലുള്ളതിനെ അപ്പോൾ ഇതിനെ നമ്മൾ പോസ്റ്റ് സെൻട്രൽ ഗൈറസ് എന്നായിരിക്കും ഇതിനെ വിളിക്കുക. അപ്പോൾ നടുവിലൊരു സെൻട്രൽ സൽക്കസ്, അത് കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് സെൻട്രൽ ഗൈറൈ, മുന്നിലാണെങ്കിൽ പ്രീ സെൻട്രൽ ഗൈറൈ, അത് കഴിയുമ്പോൾ വീണ്ടും പ്രീ സെൻട്രൽ സൽക്കസ്, പോസ്റ്റ് സെൻട്രൽ സൽക്കസ്. ഇനി അടുത്ത ഏറ്റവും പ്രധാനി പ്രോമിനന്റ് സൽക്കൈ എന്ന് പറയുന്നത് ലാറ്ററൽ സൽക്കസ് ആണ്. ലാറ്ററൽ സൽക്കൈ ആണ്. സോ ഇതാണ് ഈ ലാറ്ററൽ സൽക്കൈ എന്ന് പറയുന്നത്. ഇതിന് രണ്ട് ഭാഗമുണ്ട്. ആൻഡ് മുന്നോട്ട് പോകുന്ന ഭാഗം ആന്റീരിയർ സൽക്കൈ. ഇത് ഇങ്ങോട്ടേക്ക് അതിന് കുറച്ച് ഡിവിഷൻസ് ഉണ്ട്. റാമി എന്നാണ് അതിനെ വിളിക്കുക. ഒന്ന് ആന്റീരിയർ അസെൻഡിങ്, മുകളിലേക്ക് പോകുന്നു. ആന്റീരിയർ ഹൊറിസോണ്ടൽ ഒരെണ്ണമുണ്ട്. ആൻഡ് ഈ ആന്റീരിയർ ഭാഗം ഒരു 2.5 സെന്റിമീറ്റർ ഉള്ളൂ. പക്ഷേ പോസ്റ്റീരിയർ ഭാഗം ഇത് ഒരു 7.5 സെന്റിമീറ്റർ ഒക്കെ ഉള്ള. ഇതാണ് പ്രോമിനന്റ് വലുത്. ഇതിനെ നമ്മൾ വിളിക്കുക അപ്പോൾ പോസ്റ്റീരിയർ റാമി എന്നാണ് വിളിക്കുക. സോ പോസ്റ്റീരിയർ ഇതിന്റെ ഭാഗങ്ങളാണ്. സോ ഇതെല്ലാം ലാറ്ററൽ സൽക്കയാണ്. ഇനിയൊരു സൽക്കസ് പാരൈറ്റൽ ലോബും ഓസിപിറ്റൽ ലോബും തമ്മിൽ തിരിക്കുകയാണ്. സോ ദിസ് ഈസ് പാരൈറ്റൽ ലോബ്, ദിസ് ഈസ് ഓസിപിറ്റൽ. സോ ഇതാണ് ഞാൻ പറയുന്നത്. ഇത് സത്യത്തിൽ ഇങ്ങോട്ട് മുട്ടിച്ചിട്ടില്ല, ഞാൻ വേറൊരു കാര്യത്തിന് വേണ്ടി മുട്ടിച്ചു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സോ ഇതിനെ നമ്മൾ വിളിക്കുക അപ്പോൾ എന്തായിരിക്കും? പാരൈറ്റൽ ഓസിപിറ്റൽ. സോ പാരൈറ്റോ ഓസിപിറ്റൽ സൽക്കൈ എന്നാണ് ഇതിനെ വിളിക്കുക. ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സൽക്കൈ ആൻഡ് ഗൈറൈ. ഇനി കുറച്ച് സൽക്കൈ ഗൈറൈ പറയാനുണ്ട്. അത് നമുക്ക് സെറിബ്രത്തിന് നമുക്ക് പലവിധ ലോബ്സ് ആക്കിയിട്ട് വേറെ പടം വെച്ചിട്ട് പറഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തേക്ക് വീണ്ടും വരാം. ഒമ്പതാമത്തെ പോയിന്റ് സെറിബ്രത്തിന് എത്ര ലോബ്സ് ഉണ്ട് എന്നുള്ളതാണ്. ലോബ്സ് ഓഫ് സെറിബ്രം. ഇതാണ് നമ്മൾ ഏറ്റവും അധികം പറയാൻ. ഓരോ സെറിബ്രൽ ഹെമിസ്ഫിയറിലും 4 ലോബ്സ് വീതം ഉണ്ട്. 4 ലോബ്സ് വീതം ഉണ്ട്. ഒന്ന് ഇതാണ് ഫ്രോണ്ടൽ ലോബ് എന്ന് പറയാം. മുകളിലിരിക്കുന്ന എല്ലിന്റെ പേര് തന്നെയാണ് ഇവിടെ. ഏറ്റവും ആന്റീരിയർ വൺ ഈസ് ദ ഫ്രോണ്ടൽ ലോബ്. അതിന്റെ തൊട്ട് പുറകിലുള്ളത് ഇത് നീല കളറിലുള്ളത് പാരൈറ്റൽ ലോബാണ്. പാരൈറ്റൽ ലോബാണ്. ആൻഡ് പിറകിലും താഴെയുമായിട്ട് ഈ കാണുന്നത് ഓസിപിറ്റൽ ലോബ് ആണ്. ഓസിപിറ്റൽ ലോബാണ്. ദെൻ പിന്നെ ഉള്ളത് സൈഡിൽ പച്ച കളറിൽ കാണുന്നത് ഇതാണ് ടെമ്പറൽ ലോബ്. ടെമ്പോറൽ ലോബ്. പിന്നെയും കുറച്ച് ഉള്ളിലായിട്ടൊരു ലോബ് ഞാൻ ഈ മഞ്ഞ കളറിൽ വരച്ചിരിക്കുന്ന ഇൻസുല എന്ന് പറയുന്ന ചില ലോബായിട്ട് പറയാറുണ്ട്. പിന്നെ ലിംബിക് ലോബും പറയാറുണ്ട്. തൽക്കാലം നമ്മൾ സാധാരണ എപ്പോഴും ഉപയോഗിക്കുക ഫ്രോണ്ടൽ ലോബ്, പാരൈറ്റൽ ലോബ്, ഓസിപിറ്റൽ ലോബ് ആൻഡ് ടെമ്പറൽ ലോബ്. ഇത് സെറിബെല്ലം ഉണ്ടോ? സെറിബെല്ലമാണ്. തെറ്റണ്ട, പടം ഫുള്ളാക്കാൻ വേണ്ടി വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു സെൻട്രൽ സൽക്കസ് ഉണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ വരച്ച സെൻട്രൽ സൽക്കസ്. ഇതാണ് അപ്പോൾ ഫ്രോണ്ടൽ ലോബും പാരൈറ്റൽ ലോബും തമ്മിൽ തിരിക്കുക. പാരൈറ്റൽ ലോബും ദിസ് ഓസിപിറ്റൽ ലോബും തമ്മിൽ തിരിക്കുക. പാരൈറ്റോ ഓസിപിറ്റൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ദിസ് ഫ്രോണ്ടൽ ലോബും ഇതും തമ്മിൽ തിരിക്കുക. ടെമ്പറൽ ലോബും ഇതൊക്കെ തമ്മിൽ തിരിക്കുന്നത് ലാറ്ററൽ സൽക്കൈയും കൂടിയാണെന്ന് ഇപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് ബാക്കിയുള്ള കുറെ സൽക്കൈകളെ കുറിച്ച് ആൻഡ് ഗൈറയെ കുറിച്ച് കൂടി നമ്മളൊന്ന് കേട്ട് പോകണം. ഓക്കെ, സോ ഇതെല്ലാം നമ്മൾ വരച്ചിരിക്കുന്നത് സുപ്പറോ ലാറ്ററൽ സർഫസിൽ നിന്ന് നോക്കിയാൽ കാണുന്ന സൽക്കൈ ആൻഡ് സം ഗൈറയാണ്. സോ ഫ്രോണ്ടൽ ലോബ്, ഇതാണ് ഫ്രോണ്ടൽ ലോബ്. ഫ്രോണ്ടൽ ലോബിൽ ഇവിടെ ഒരു സുപ്പീരിയർ, ഇതാണ് സുപ്പീരിയർ ആൻഡ് ഇത് ഇൻഫീരിയർ. സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ സൽക്കയാണ്. ദെൻ പാരൈറ്റൽ ലോബിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ്, അത് ഇൻട്രാ പരൈറ്റൽ ആണ്. ഇൻട്രാ പരൈറ്റൽ സൽക്കയുണ്ട്. ദെൻ ഓസിപിറ്റൽ ലോബ് ഇതാണ്. ഓസിപിറ്റൽ ലോബിൽ ഒരു ലൈനൈറ്റ് സൽക്കയുണ്ട്. ആൻഡ് ഇവിടെ പാരൈറ്റൽ ലോബിൽ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് ഒരു സുപ്ര ആൻഡ് ആംഗുലാർ മാർജിനൽ ഗൈറയാണ്. സോ ഇത് ഗൈറയാണ്, രണ്ടും ഗൈറയാണ്. ടെമ്പറൽ ലോബിൽ ഒരു സുപ്പീരിയർ, ഇത് മുകളിലൂടെ പോകുന്ന സുപ്പീരിയർ ആണ്, താഴെ കൂടി പോകുന്ന ഇൻഫീരിയർ ആണ്. സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ ടെമ്പറൽ സൽക്ക ഉണ്ട്. സോ ഒരു സൽക്ക ഉണ്ടാകുമ്പോൾ അപ്പുറം ഒരു ഗൈറൈ കൂടി ഉണ്ടാകും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി കുറച്ച് സൽക്ക ഗൈറൈ നമ്മുടെ മീഡിയൻ സർഫസ് ഉണ്ട്. മീഡിയൻ സർഫസ് എന്ന് വെച്ചാൽ 2 ഹെമിസ്ഫിയർ ആയിട്ട് തിരിച്ചിട്ട് ആ ഒരു ഹെമിസ്ഫിയറിന്റെ സൈഡിൽ കൂടെ നോക്കി കഴിഞ്ഞാൽ കാണുന്നതാണ്. അവിടെ ഫേമസ് ആയിട്ടുള്ളത് നിങ്ങൾ കേട്ടിരിക്കേണ്ട ഒരെണ്ണമാണ് കാൽക്കാരിയൻ സൽക്കസ്. നമ്മളിപ്പോൾ ഒപ്റ്റിക് ട്രാക്ട്, കണ്ണിൽ നിന്നുള്ള നെർവ് പോകുന്നതൊക്കെ പഠിക്കുമ്പോഴത്തേക്കും കാൽക്കാരിയൻ സൽക്കസ് നമ്മൾ കേൾക്കും. ഇത് ഓസിപിറ്റൽ ലോബിലാണ്. വേറൊരെണ്ണം ഇത് സിംഗുലേറ്റ് സൽക്കസും നിങ്ങൾ കേൾക്കും. ഇമ്പോർട്ടൻ്റ് ആണ്. സിംഗുലേറ്റ് സൽക്കസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു സിംഗുലേറ്റ് ഗൈറൈ ഉണ്ടാകും. പല കാര്യങ്ങൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത് രണ്ടും ഒന്ന് കേട്ട് വെച്ചേക്കുക ഈ ഇതിനകത്തുള്ളത്. ബാക്കി പിന്നെ ഉള്ള കുറേ സൽക്കസുകളുണ്ട്. കലോസൽ സൽക്കസ് എന്ന് പറയുമ്പോൾ തന്നെ കോർപ്പസ് കലോസും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ദെൻ കൊലാട്രൽ സൽക്കസ് എന്ന് പറയുന്ന സൽക്കസ് ഉണ്ട്. ദെൻ ഓസിപിറ്റോ ടെമ്പറൽ സൽക്കസ് എന്ന് പറയുന്ന ഒരു സൽക്കസ് ഉണ്ട്. ദെൻ സുപ്രാസ്പ്ലീനിയൽ സൽക്കസ് ആണ് വേറൊരെണ്ണം, ഇവിടെയുള്ള സൽക്കസ് ആണ്. ദെൻ 2 ഗൈറൈ നമുക്ക് പഠിക്കാനാണെങ്കിൽ ഒന്ന് പാരാഹിപ്പോ
ഹിപ്പോകാമ്പൽ ഗൈറസ്. പാരാ ഹിപ്പോകാമ്പൽ ഗൈറസ് എന്ന് വെച്ചാൽ ഈ ഭാഗമാണ് പാരാ ഹിപ്പോകാമ്പൽ ഗൈറസ്. ആൻഡ് പിന്നെയുള്ളത് മീഡിയൻ, ഇത് വായിക്കാൻ പറ്റുന്നില്ല, മീഡിയൻ ഓസിപിറ്റൽ ടെമ്പറൽ ഗൈറസ് ആണ്. മീഡിയൻ ഓസിപിറ്റൽ ടെമ്പറൽ ഗൈറസ് ഇതൊക്കെ പ്രോമിനന്റ് ആണ്. എങ്കിലും അറ്റ്ലീസ്റ്റ് സിംഗുലേറ്റ് ഗൈറസും സിംഗുലേറ്റ് സൾക്കസും കാൽക്കേറിയൻ സൾക്കസും ഒന്ന് കേട്ടു വെച്ചേക്കുക. ഇനി ഇതേപോലെ ഇൻഫീരിയർ സർഫസിലുണ്ട്. ഇൻഫീരിയർ സർഫസ് നമുക്കറിയാം, അത് നേരെ കണ്ണിന്റെയും മൂക്കിന്റെയും വായിന്റെയൊക്കെ നേരെ മുകളിലാണ് ഇരിക്കുക. അപ്പൊ കണ്ണിന്റെ മുകളിലുള്ളത് അപ്പോൾ ഓർബിറ്റൽ ഗൈറ ആയിരിക്കും. മൂക്ക് അവിടെ ആയിട്ടുള്ളത് ഓൾഫാക്ടറി ട്രാക്ട് ഉള്ള ഓൾഫാക്ടറി സൈനസ് ആണ്. ദെൻ പിന്നെ നാക്കും വായുവൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ലിംഗൽ ഗൈറസ് ഉണ്ട്. ദെൻ ഓൾസോ റൈനൽ സൾക്കസ് മൂക്കിന്റെ ഭാഗമായിട്ടിരിക്കും. സോ ഇത്രയും സൾക്കൈ ഗൈറയൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ഏതെങ്കിലും കുറെയെങ്കിലും സൾക്കൈ ഗൈറയെ നമുക്കൊന്ന് ഓർത്തിരിക്കാൻ ശ്രമിക്കാം. അപ്പോൾ 10ാമത്തെ പോയിന്റ് ആണ് ഇനി നമുക്ക് പറയേണ്ടത് ഫങ്ഷണൽ ഏരിയാസ് ഓഫ് കോർട്ടക്സ് ആണ്. ഇതൊരു വലിയൊരു ഭാഗമാണ്. സോ ഗ്രേ മാറ്ററിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ പറയാ. ഇതിനെ നമ്മൾ വിളിക്കുക ബ്രോഡ്മാൻസ് ഏരിയ എന്നാണ്. ബ്രോഡ്മാൻസ് ഏരിയ എന്നാണ് പറയാ. ഒരു 52ഓളം ഏരിയ ഉണ്ട്. അതിലെല്ലാം നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും പ്രധാനപ്പെട്ടെങ്കിലും പറയേണ്ടി വരും. ബ്രോഡ്മാൻ 1909 പുള്ളി ഇങ്ങനെ കുറെ ഏരിയകൾ ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. ബ്രെയിനിന്റെ 4 ലോബ്സ് ഉണ്ട് നമ്മൾ കണ്ടു. ഈ ലോബ്സിൽ എല്ലാത്തിലും പ്രധാനപ്പെട്ട ഫങ്ഷണൽ ഏരിയാസ് ഉണ്ടായിരിക്കും, പല പല ഏരിയാസ്. സോ ഞാൻ ഈ ഓരോ ലോബിലെയും ഫങ്ഷണൽ ഏരിയകളായിട്ടായിരിക്കും പറയുക. ആദ്യം ഫ്രോണ്ടൽ ലോബ് പറയും, പിന്നെ പാരേറ്റൽ ലോബ്, പിന്നെ ഓസിപിറ്റൽ, അങ്ങനെ ആയിരിക്കും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ആൻഡ് ഏത് ലോബിലായാലും വാട്ട് എവർ ബി ദ ലോബ് 3 തരം ഫങ്ഷണൽ ഏരിയാസ് ആയിരിക്കും ഉണ്ടാകുക. 3 ടൈപ്സ് ഫങ്ഷണൽ ഏരിയാസ് ആയിരിക്കും. ഒന്ന് നമ്മൾ അതിനെ വിളിക്കുക മോട്ടോർ ഏരിയ എന്നാണ്. മോട്ടോർ ഏരിയ എന്ന് വെച്ചാൽ ഇവിടെ നിന്നാണ് ബ്രെയിനിന്റെ ഇവിടെ നിന്ന് മോട്ടോർ ഏരിയ ഫങ്ഷണൽ ഏരിയയിൽ നിന്ന് താഴേക്ക്. ഇപ്പോൾ എൻ്റെ കൈ ചലിപ്പിക്കണമെങ്കിൽ കൈയിലേക്കുള്ള ആ സ്കെലിറ്റൽ മസിലേക്കുള്ള മെസ്സേജസ് പോകുന്നതാണ് മോട്ടോർ ഏരിയ. അവിടെ നിന്ന് പോകുമ്പോഴാണ് ആ കാര്യം നടക്കുകയുള്ളൂ. വോളണ്ടറി മൂവ്, പ്ലാൻ, സെറിബ്രൽ എക്സിക്യൂഷൻ, സെൻട്രൽ എക്സിക്യൂഷൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ രണ്ടാമത്തത് വിവരങ്ങൾ ആദ്യം കിട്ടണം ബ്രെയിൻ അല്ലേ. അപ്പോൾ സെൻസറി ഏരിയ ഉണ്ടായിരിക്കണം. സെൻസറി ഏരിയ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ടാകും. ആൻഡ് ഏറ്റവും കൂടുതൽ ഏരിയ പക്ഷേ ഇതൊന്നുമല്ല, രണ്ടും കൂടി ചേരുന്ന, രണ്ടിനെയും കൂടി ഒന്ന് ബന്ധിപ്പിക്കാനുള്ള അസോസിയേഷൻ ഏരിയ ആണ് ബ്രെയിനിൽ. അല്ലെങ്കിൽ ബ്രെയിൻ എന്ന് ഞാൻ എപ്പോഴും പറയുന്നത് ശരിക്കും സെറിബ്രമാണ്. ഈ സെറിബ്രത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് അസോസിയേഷൻ ഏരിയ. 2 ഭാഗവും അസോസിയേഷൻ ഏരിയ ആണ്. ഫൈനൽ പ്രോസസ്സിംഗ് ഓഫ് ദിസ് ഇൻഫർമേഷൻ, സെൻസറി ഏരിയയിൽ നിന്ന് വരുന്ന ഇൻഫർമേഷൻ ശരിയാണോ, പഴയ ഓർമ്മകളും കാര്യങ്ങളും മറ്റ് കാഴ്ചകളും എല്ലാമായിട്ടൊന്ന് താരതമ്യം ചെയ്തിട്ട് വേണം മോട്ടോർ ഏരിയ ഇത് പണ്ടത്തെ അതാണ് എന്നുള്ള കാര്യം ഒക്കെ പറയണമെങ്കിൽ അസോസിയേഷൻ ഏരിയ വേണം. സോ ഇങ്ങനെ 3 ഏരിയകൾ ഉണ്ടായിരിക്കും. ഇനി ഒരു കാര്യം കൂടി പറയാം. മോട്ടോർ ഏരിയ, ഒരു ഏരിയ മോട്ടോർ ഏരിയ ആണെന്ന് കരുതി അതിന് ഫുൾ മോട്ടോർ മാത്രമായിരിക്കും എന്ന് വിചാരിക്കരുത്. അപ്പോൾ പ്രിഡോമിനൻ്റ്ലി മോട്ടോർ ആണെങ്കിൽ നമ്മൾ അതിന് ക്യാപിറ്റൽ M എഴുതും. എന്നിട്ട് നമ്മൾ കുറച്ച് സെൻസറി ഉണ്ടെങ്കിൽ സ്മോൾ s എഴുതും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. ഞാനിപ്പോൾ അതൊന്നും ഇവിടെ ഉപയോഗിക്കുന്നില്ല, എങ്കിലും ജസ്റ്റ് ഇങ്ങനെയൊക്കെയുള്ള ഐഡിയാസ് കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ മോട്ടോർ ഏരിയ എന്ന് പറയുമ്പോൾ അതിന് ചിലപ്പോൾ കുറച്ച് സെൻസറി ഫംഗ്ഷൻസ് ഉണ്ടായിരിക്കും. സെൻസറി എന്ന് പറയുമ്പോഴത്തേക്കും മെയിൻലി സെൻസറി ആയിരിക്കും. കുറച്ച് മോട്ടോർ ഉണ്ടെങ്കിൽ ഇങ്ങനെയും കൂടി എഴുതും. ആദ്യത്തെ ബ്രോഡ്മാൻ ഏരിയ ഞാൻ പറയുന്നത് ഏരിയ നമ്പർ 4 ആണ്, 4ാമത്തെ ആണ്. ഇതായിരുന്നു സെൻട്രൽ സൾക്കസ്. അതിന് മുമ്പുള്ളത് അപ്പോൾ പ്രീ സെൻട്രൽ സൾക്കസ് ആണ് അല്ലെ. പ്രീ സെൻട്രൽ സൾക്കസ് ഇത്. അതിനിടയിൽ കിടക്കുന്ന സ്ഥലം പ്രീ സെൻട്രൽ ഗൈറൈ. സോ പ്രീ സെൻട്രൽ ഗൈറൈ ആണ് ഏരിയ നമ്പർ 4. ആൻഡ് ദിസ് ഈസ് ദ പ്രൈമറി മോട്ടോർ ഏരിയ. നമ്മുടെ ശരീരത്തിന്റെ സ്കെലിറ്റൽ മസിൽ മൂവ്മെന്റ് എല്ലാം നിയന്ത്രിക്കുന്ന അവസാന വാക്ക് ഈസ് ഫ്രം ദ പ്രൈമറി മോട്ടോർ ഏരിയയാണ്. വോളണ്ടറി ശരീര ചലനങ്ങൾ ഇവിടെ നിന്ന് തീരുമാനിക്കും. സോ ബ്രെയിനിന്റെ സെൻട്രൽ സൾക്കസ് കഴിഞ്ഞാൽ തൊട്ട് മുന്നിൽ നിൽക്കുന്ന ഈ ഗൈറൈ ആണ് പ്രൈമറി മോട്ടോർ ഏരിയ. അപ്പോൾ പ്രൈമറി സെൻസറി ഏരിയ എവിടെയാണ് എന്നൊരു കൗതുകം നമുക്കുണ്ടാകും. അത് സെൻട്രൽ സൾക്കസിന്റെ പുറകിലുള്ള ഏരിയ ആണ്. സോ ഇത് ഫ്രോണ്ടൽ ലോബിലാണ്, ഇത് പക്ഷേ ഓസിപിറ്റൽ ലോബിലാണ്, ഇത് പക്ഷേ പരൈറ്റൽ ലോബിലാണ്. പരൈറ്റൽ ലോബ്, ഓസിപിറ്റൽ അല്ല, പരൈറ്റൽ ലോബിലാണ്. അപ്പോൾ ഈ ഏരിയ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏരിയ നമ്പർ 3, 2 and 1. സോ ഇത് 4, ഇത് 1, 2 and 3 ഈ പച്ച കളറിൽ കാണുന്നതാണ്. അപ്പോൾ ഇത് ഏത് ഏരിയ ആണെന്ന് ഞാൻ പറഞ്ഞു. ഇതാണ് പോസ്റ്റ് സെൻട്രൽ ഗൈറൈ ആണ് സെൻസറി ഏരിയ. പ്രീ സെൻട്രൽ ഗൈറൈ ആണ് മോട്ടോർ ഏരിയ. ഇതിന് രണ്ടിനും ഇടയിലാണ് സെൻട്രൽ സൾക്കസ് ഉള്ളത്. ഇനി ഇവിടെ ഈ സ്ഥലത്ത് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരിക്കും. ഓരോ ഓർഗൻസിനും അവിടെയുള്ള മസിലിന്റെ കാര്യങ്ങളും എല്ലാ ഡീറ്റെയിലും ഇവിടെ ഉണ്ടാവും. അതിനെ നമ്മൾ വിളിക്കുക മോട്ടോർ ആൻഡ് സെൻസറി ഹോമൻകുലസ് എന്നാണ്. ഇതാണ് മോട്ടോർ ആൻഡ് സെൻസറി ഹോമൻകുലസ്. സോ ഇത് സെൻട്രൽ സൾക്കസ് ആണ്, ഇത് പ്രീ സെൻട്രൽ ഗൈറൈ ആണ്. അപ്പോൾ ഇത് മോട്ടോർ ആയിരിക്കും, ഇത് ഇതിന്റെ പുറകിലാകുമ്പോൾ ഇത് സെൻസറി ആയിരിക്കും. എല്ലായിടത്തും അടയാളപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. കാല് മുതൽ വായു വരെ അല്ലെങ്കിൽ തല വരെയുള്ള ഭാഗങ്ങൾ, അവിടുത്തെ എല്ലാ ഓർഗനും അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആൻഡ് ഈ സ്ഥലങ്ങൾ ഓരോ ഏരിയയ്ക്കും
കൊടുത്തിരിക്കുന്ന പ്രാധാന്യം എന്ന് പറയുന്നത് എത്ര വലുതാണെന്നുള്ളതല്ല. ഉദാഹരണത്തിന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാക്കിന് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. കൈ വിരലുകൾക്ക് നോക്കിയേ, കൈക്ക് മൊത്തം ഇത്രയേ ഉള്ളൂ, കാലിനാകെ ഇത്രയേ ഉള്ളൂ, പക്ഷെ വിരലുകൾക്ക് നോക്കി ഇത്രയും സ്ഥലം കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും? നമ്മൾ ഏറ്റവും കൂടുതൽ ഫൈനായിട്ട് സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഭാഗങ്ങൾക്ക് കൂടുതൽ ഏരിയയും അല്ലാത്ത അത്യാവശ്യമില്ലാത്ത ഭാഗങ്ങൾക്ക് കുറവ് ഏരിയയുമായിരിക്കും. അങ്ങനെയാണ് ഇത് മോട്ടോർ ഹോമൻകുലസ് ആണ്, ഇത് സെൻസറി ഹോമൻകുലസ് ആണ്. സോ ഇൻവേർട്ടഡ് ആണ് വെച്ചിരിക്കുക, നേരെ ഓർഡറിലല്ല വെച്ചിരിക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇത് സെൻട്രൽ സൾക്കസ് ആണെങ്കിൽ, ഇത് ഗൈറസ് ആണെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഏറ്റവും വായ ഇവിടെ ആയിരിക്കും, ഇങ്ങനെ കാലിങ്. അങ്ങനെയാണ് ഞാൻ ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞത്. ഓക്കെ, സോ ഇതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക, മോട്ടോർ ഹോമൻകുലസ് ആൻഡ് സെൻസറി ഹോമൻകുലസ്. സോ ഇങ്ങനെ ഒരു പടം അവിടെ നമ്മുടെ ബ്രെയിനിന്റെ കോർട്ടക്സിനകത്ത് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ കാല്, കൈ ഒക്കെ അനങ്ങുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇന്ന സ്ഥലമാണെന്നൊക്കെ അറിയാൻ പറ്റുന്നതും അതനുസരിച്ച് പെരുമാറാൻ പറ്റുന്നതും. സെൻസറി ഏരിയക്ക് അറിയാൻ പറ്റും, ഇവിടെ നിന്ന് ഇൻഫർമേഷൻ പുറത്തേക്ക് പോവുകയും ചെയ്യും. സോ സെൻട്രൽ സൾക്കസിന്റെ മുൻഭാഗം പ്രീ സെൻട്രൽ ഗൈറൈ എന്ന് പറയുന്നത് ഏരിയ നമ്പർ 4 ആണ്. ആൻഡ് ഇത് ഏരിയ നമ്പർ 1, 2, 3 ആണ്. ഇത് മോട്ടോറാണ്, ഇത് സെൻസറി ആണ്. അത്രയും നമ്മൾ പഠിച്ചേ പറ്റൂ. ഇനി ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഈ ബ്രെയിനിന്റെ നമ്മൾ 2 ഹെമിസ്ഫിയർ ഉണ്ടല്ലേ, ലെഫ്റ്റും റൈറ്റും ഉണ്ട്. സോ റൈറ്റിലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ലെഫ്റ്റ് ബോഡി ഏരിയയിലുള്ള കാര്യങ്ങളും, ലെഫ്റ്റ് ഹെമിസ്ഫിയറിലുള്ളത് നമ്മുടെ റൈറ്റ് ബോഡി ഹെമിസ്ഫിയറിലുള്ള കാര്യങ്ങളുമാണ്. എല്ലായിടത്തും ശരിയാവണമെന്നില്ല, എങ്കിലും പ്രധാനമായിട്ടും അങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് കൂടി നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പൊ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ബ്രെയിനിലുള്ള ഈ ഭാഗങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് സൈഡ് ഓഫ് ദ ബോഡി ആയിരിക്കും മിക്കവാറും. സോ അതൊന്ന് മനസ്സിൽ ഉണ്ടാകണം. ഇനി ഏരിയ നമ്പർ 4, ഇതാണ് ഏരിയ നമ്പർ 4. അതിന്റെ തൊട്ട് മുന്നിലുള്ള ഏരിയ നമ്പർ 6 ആണ്. അപ്പൊ ഫ്രോണ്ടൽ ലോബിലെ കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാം. ആൻഡ് ഇതിനെ നമ്മൾ പ്രീ മോട്ടോർ ഏരിയ എന്നാണ് പറയാം, പ്രീ മോട്ടോർ ഏരിയ. സോ ഇത് മോട്ടോർ ഏരിയ, പ്രൈമറി മോട്ടോർ ഏരിയ, ഇത് പ്രീ മോട്ടോർ ഏരിയ. സ്കിൽഫുൾ മൂവ്മെന്റ്സ് ഒക്കെ പ്രോഗ്രാം ചെയ്യലാണ് ഇതിന്റെ പണി. സ്കിൽഫുൾ മൂവ്മെന്റ് പ്രോഗ്രാം ചെയ്ത് നടപ്പാക്കാനായിട്ട് ഏരിയ നമ്പർ 4 അടുത്ത് പറയും. നടപ്പാക്കാൻ പറയുന്നതാണ് 4 അടുത്ത്. നമ്മൾ സ്കിൽഫുൾ ആയിട്ട് ചെയ്യാൻ പഠിച്ച കാര്യങ്ങൾ, പ്രോഗ്രാം ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇവിടെയാണ്. അപ്പോൾ സൈക്കിൾ ഓട്ടാൻ പഠിച്ചു, അത് ഇവിടെ ആയിരിക്കും ഇരിക്കുക. നടപ്പിലാക്കാൻ പറയുന്നത് ഇയാളുടെ അടുത്തായിരിക്കും. അപ്പോൾ ഏരിയ നമ്പർ 4ഉം 6ഉം കൂടി ചേർന്നിട്ട് നമുക്ക് പ്രൈമറി സൊമാറ്റോ മോട്ടോർ ഏരിയ എന്ന് വിളിക്കാം, രണ്ടിനെയും കൂടി ചേർത്ത്. ആൻഡ് ഈ ഏരിയ നമ്പർ 6ന്റെ തൊട്ട് മുന്നിൽ കാണുന്ന ഏരിയ, ദിസ് ഈസ് സപ്ലിമെന്ററി മോട്ടോർ ഏരിയ ആണ്. ഇവിടെ ഒരു സപ്ലിമെന്ററി മോട്ടോർ ഏരിയ ഉണ്ട്. സപ്ലിമെന്ററി മോട്ടോർ ഏരിയ എന്ന് പറയുന്ന ഏരിയ ഉണ്ട്. കോംപ്ലക്സ് മൂവ്മെന്റ്സ് എല്ലാം തീരുമാനിക്കുന്നത് ഇവിടെയാണ്. ഈ ഭാഗം ബേസൽ ഗാംഗ്ലിയ ആയിട്ട് ബന്ധപ്പെട്ട്, ബേസൽ ഗാംഗ്ലിയ, പാർക്കിൻസൺസ് ഡിസീസ് ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സോ വെരി കോംപ്ലക്സ് ആയിട്ടുള്ള മൂവ്മെന്റുകൾ ഈ 6ന്റെ തന്നെ ഇപ്പുറത്ത് തീരുമാനിക്കുകയാണ്. സപ്ലിമെന്ററി മോട്ടോർ ഏരിയ. സോ മോട്ടോർ ഏരിയ, പ്രീ മോട്ടോർ ഏരിയ, സപ്ലിമെന്ററി മോട്ടോർ ഏരിയ. ഇനി ഫ്രോണ്ടൽ ലോബിൽ ഏരിയ നമ്പർ 6ന്റെ മുന്നിൽ ഞാൻ എഴുതിയിരിക്കുന്ന ഏരിയ നമ്പർ 8 ആണ്. ഏരിയ നമ്പർ 8നെ നമ്മൾ ഫ്രോണ്ടൽ ഐലിഡ് ഏരിയ എന്നാണ് പറയുന്നത്. ഫ്രോണ്ടൽ ഐലിഡ് ഏരിയ. ഇത് ശരീരത്തിന്റെ ഓപ്പോസിറ്റ് സൈഡ്. സോ ഇത് ഹെമിസ്ഫിയർ ലെഫ്റ്റ് ആണെങ്കിൽ റൈറ്റ് സൈഡിലുള്ള അവിടെയുള്ള മൂവ്മെന്റുകളൊക്കെ ശ്രദ്ധിക്കണമല്ലേ. അങ്ങനെയുള്ള മൂവ്മെന്റ്സുകളെല്ലാം വോളണ്ടറിലി സ്കാൻ ചെയ്യുന്ന ഏരിയ ആണ് ഫ്രോണ്ടൽ ഐലിഡ് ഏരിയ. ഇനി ഇവിടെ തന്നെ ഉള്ളത് കാണുന്ന ഏരിയ നമ്പർ 44 ആൻഡ് 45 വെരി ഫേമസ് ഏരിയ ആണ്. ഇതിനെ നമ്മൾ ബ്രോക്കാ സ്പീച്ച് ഏരിയ എന്നാണ് പറയാ. ബ്രോക്കാ സ്പീച്ച് ഏരിയ എന്ന് പറയും, ഫേമസ് ആണ്. സോ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ചുണ്ട്, തൊണ്ട, ലാരിങ്സ്, ഫാരിങ്സ്, നാക്ക്, ഇവിടെ എല്ലാം മൂവ്മെന്റ് കൃത്യമായിട്ട് പോകണം അല്ലേ. ഇത് കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ മോഡുലേറ്റ് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബ്രോക്കാ സ്പീച്ച് ഏരിയയുടെ പ്രധാനപ്പെട്ട പണി. ഇനി ഏരിയ നമ്പർ 6നും 8നും മുകളിലുള്ള എല്ലാ ഏരിയയും, അതായത് 9, 10, 11. സോ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രീ ഫ്രോണ്ടൽ ഏരിയ. സോ പ്രീ ഫ്രോണ്ടൽ ഏരിയ ഓഫ് ദ ബ്രെയിൻ എന്ന് വെച്ചാൽ ഏറ്റവും മുന്നിലുള്ള ഏരിയ ആണ്. 9, 10, 11 ഏരിയകളാണ്. ഇതാണ് നമ്മുടെ ബിഹേവിയർ, നമ്മുടെ സ്വഭാവം, പേഴ്സണാലിറ്റി, ജഡ്ജ്മെന്റ് ഒക്കെ നിയന്ത്രിക്കുന്നത്, കോൺസെൻട്രേഷൻ എല്ലാം നിയന്ത്രിക്കുന്ന ഈ ഭാഗമാണ്. സോ ഈ ഭാഗത്തെ നമ്മൾ സൈലന്റ് ഏരിയ ഓഫ് ദ ബ്രെയിൻ എന്ന് പറയും. ചിന്തിക്കൽ, തീരുമാനമെടുക്കൽ, ലോജിക്, എല്ലാം, എവരിത്തിങ്. സോ നമ്മളെ ഒരു മനുഷ്യന്റെ സെപ്പറേറ്റ് ഐഡന്റിറ്റി ആക്കുന്നത് മിക്കവാറും ഇതായിരിക്കും. ഈ ഏരിയ വെച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ അപഗ്രഥിച്ചു, തീരുമാനമെടുക്കുന്നു, അതനുസരിച്ചിട്ടാണ് ബാക്കിയുള്ള ഏരിയയിലൊക്കെ പോവുക അല്ലെ. ഇപ്പോൾ ഒരു മസിൽ മൂവ്മെന്റിൽ തന്നെ വേണോ വേണ്ടയോ എന്ന് ഇവരായിരിക്കും തീരുമാനിക്കുക. പിന്നീടാണ് എങ്ങനെ വേണം, അത് എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ലാസ്റ്റ് ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞ് അങ്ങനെ പോകും. പക്ഷെ അത് വന്ന് പൊക്കോളും എന്ന് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ അത് നമ്മുടെ പ്രീ ഫ്രോണ്ടൽ ഏരിയ ആയിരിക്കും ചെയ്യുക. അപ്പോൾ ഫ്രോണ്ടൽ ലോബ് കഴിഞ്ഞു. അപ്പം നമുക്ക് പരേറ്റൽ ലോബ് ആൻഡ് അതർ ലോബ് പറയാം. സോ ഈ ഏരിയ നമ്പർ 5 and 7, ഇത് മൊത്തം ഏരിയ നമ്പർ 5 and 7 ആണ്. ഇത് സെൻസറി ഏരിയ ആണ്. അപ്പോൾ അതിൻ്റെ അടുത്തുള്ളത് സെൻസറി അസോസിയേഷൻ ഏരിയ ആണ്. ഇത് സെൻസറി അസോസിയേഷൻ ഏരിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ സ്റ്റീരിയോഗ്നോസിസ് ആണ്. സ്റ്റീരിയോഗ്നോസിസ് എന്ന് പറഞ്ഞാൽ എന്താ?
എന്നുവെച്ചാൽ കണ്ണടച്ച് പിടിച്ചാലും നമുക്ക് ഓബ്ജക്ട്സിന്റെ സൈസ്, ടെക്സ്ചർ ഒക്കെ തിരിച്ചറിയാൻ പറ്റുന്നത് ഈ ഏരിയ മൂലമാണ്. ഫീലിംഗ് ഒബ്ജക്ട്സ് ഈവൻ ഇഫ് അവർ ഐസ് ആർ ക്ലോസ്. കണ്ണ് തുറന്ന് തന്നെ കാണണമെന്നില്ല, തൊട്ടും പിടിച്ചും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ, സെൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ബിക്കോസ് ഓഫ് ദി സെൻസറി അസോസിയേഷൻ ഏരിയ 5 and 7 മൂലമാണ്. ആൻഡ് ഇതിനൊപ്പം തന്നെ ഈ ഏരിയയിൽ ഇവിടെ ആയിട്ട് ഏരിയ നമ്പർ 37 40 ഉണ്ട്, 37 and 4. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നമുക്ക് കോമൺ ഇന്റഗ്രേറ്റീവ് ഏരിയ എന്ന് പറയാം. കോമൺ ഇന്റഗ്രേറ്റീവ് ഏരിയ സെൻസറി സൊമാറ്റോ സെൻസേഷൻസ് എല്ലാം ഇവിടെയാണ് വരിക. അപ്പോൾ പെയിൻ അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളൊക്കെ അറിയുന്ന ഭാഗമായിട്ടാണ് 37 40 നമ്മൾ കണക്കാക്കുക. ആൻഡ് ഏരിയ 1 2 3 ഇതിന്റെ അടിയിൽ ഏകദേശം ഇവിടെ ഇതിന്റെ ഉള്ളിലായിട്ട് ഒരു ഭാഗമുണ്ട്. അതിനെ നമ്മൾ പ്രൈമറി ഗസ്റ്റേറ്ററി ഏരിയ എന്ന് പറയും. അതാണ് ഏരിയ നമ്പർ 43. സോ ഏരിയ നമ്പർ 43 ഈസ് പ്രൈമറി ഗസ്റ്റേറ്ററി ഏരിയയാണ്. പ്രൈമറി ഗസ്റ്റേറ്ററി ഏരിയ എന്ന് പറയുമ്പോൾ ടങ്, ടേസ്റ്റ്, സെക്രീഷൻ, സെൻസേഷൻസ് എല്ലാം അറിയുന്ന ഏരിയ. ഇനി തൊട്ടടുത്തുള്ളത് ഏരിയ നമ്പർ 39 and 40 ആണ്. ഈ ഏരിയ നമ്മൾ വെർണിക്കേസ്, സോ WERNICKES വെർണിക്സ് എന്ന് പറയാം. സെൻസറി സ്പീച്ച് ഏരിയ. ഇതെവിടെയാന്ന് നോക്കിക്കഴിഞ്ഞാൽ ആംഗുലാർ സുപ്രാമാർജിനൽ ഗൈറയാണ് ഈ സംഭവം. ഇന്റർപ്രിറ്റേഷൻ ഓഫ് ലാംഗ്വേജ് ഇവിടെയാണ് നടക്കുക. ഈ ഏരിയയും ദിസ് ബ്രോഡ്കാസ്റ്റ് സ്പീച്ച് ഏരിയയും തമ്മിൽ നല്ല കണക്ഷൻ വേണം, അല്ലെ? കണ്ടിന്യൂസ് കണക്ഷൻ ഉണ്ടാകും. ആൻഡ് ദിസ് ഏരിയ ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഇൻ ലേണിംഗ്, റീഡിംഗ്, കമ്പ്യൂട്ടിംഗ്, റൈറ്റിംഗ്. സോ അതിനെല്ലാം ഈ ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദിസ് ഈസ് 39 and 40. ഇനി ടെമ്പറൽ ലോബിൽ ഇവിടെ ഒരു ഏകദേശം ഈ ഏരിയയിലായിട്ട് ഏരിയ നമ്പർ 41 and 42 ഉണ്ട്. 41 and 42 അത് പ്രൈമറി ഓഡിറ്ററി ഏരിയ ആണ്. ആൻഡ് തൊട്ടടുത്ത് ഏരിയ നമ്പർ 22 ഉണ്ട്. 22 ദാറ്റ് ഈസ് സെക്കൻഡറി ഓഡിറ്ററി ഏരിയ ആണ്. ഓഡിറ്ററി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന അസോസിയേഷൻ ഏരിയ ആണ് ഇത്. അസോസിയേഷൻ ഏരിയ ആണ്. ഇത് പ്രൈമറി ഓഡിറ്ററി ഏരിയ. റിസപ്റ്റേഴ്സ് ഓഫ് സൗണ്ട്, ഇപ്പോൾ ക്വാളിറ്റി, പിച്ച്, ലൗഡ്നെസ്, സോഴ്സ് എല്ലാം അറിയുന്നത് ഈ ഏരിയയിലാണ്. ചെവിയിൽ നിന്നുള്ള കണ്ടിന്യൂസ് കണക്ഷൻ അപ്പോൾ വരുന്നത് ഈ ഏരിയയിലേക്ക്. ഏരിയ നമ്പർ 22 ആണ്. നമ്മൾ പണ്ട് കേട്ട ശബ്ദങ്ങളൊക്കെ അത് ഇതാണ് എന്നൊക്കെ തിരിച്ചറിയാം. സോ ഇവിടെ സൗണ്ട് കേൾക്കും, ഇവിടെ അത് പഴയ ശബ്ദമായിട്ട് താരതമ്യം ചെയ്യുന്ന അസോസിയേഷൻ ഏരിയ ആണ്. ദെൻ ഇനിയുള്ളത് ഏരിയ നമ്പർ 20 21 20 ഇവിടെയുണ്ട്, 21 ഉണ്ട്. ആൻഡ് ഓൾസോ 37 ഈ ഏരിയയുടെ അടിയിലായിട്ടുണ്ട്. ആൻഡ് ഇതാണ് ഫേഷ്യൽ റെക്കഗ്നിഷൻ ഏരിയ. ഫേഷ്യൽ റെക്കഗ്നിഷൻ ഏരിയ എന്ന് പറയും. സോ മുൻപ് നമ്മൾ കണ്ട മുഖങ്ങൾ മാത്രമല്ല കേട്ടോ, ഫേഷ്യൽ റെക്കഗ്നിഷൻ ഒരാളുടെ മുഖം നമ്മൾ തിരിച്ചറിയുന്നതും ഇവിടെയൊക്കെ തന്നെയാണ്. മുൻപ് കണ്ട കാര്യങ്ങൾ നമ്മൾ വീണ്ടും ഒന്ന് അനലൈസ് ചെയ്ത് തിരിച്ചറിയുക. അപ്പോൾ കാണുക എന്നുള്ള ഭാഗമുണ്ട്, ദെൻ അത് ഇവിടെയാണ് നടക്കുക. ദെൻ തിരിച്ചറിയുന്ന കാര്യങ്ങളാണ് ഇവിടെ നടക്കുക. സോ അതിന് സഹായിക്കുന്ന ഏരിയ ആണ് 20 21 37. ഇനി ഓസിപിറ്റൽ ഏരിയ. ഈ ഏരിയ നമ്മൾ കണ്ണ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ്. ഏരിയ നമ്പർ 17 18 19 എന്ന് പറയുമ്പോഴത്തേക്കും ദിസ് ഈസ് പ്രൈമറി വിഷ്വൽ ഏരിയ ആണ്. 17 എന്ന് പറയുന്നത് 18 19 അസോസിയേഷൻ, വിഷ്വൽ അസോസിയേഷൻ ഏരിയ. സോ കണ്ണിന് മാത്രമായിട്ട് നോക്കുക, അത് മൊത്തം ഡെഡിക്കേറ്റഡ് ആണ്. ഒരുപാട് ഭാഗങ്ങൾ കണ്ണിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. സോ കാഴ്ച വെരി ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടത് ഇതാണ് കോർട്ടക്സ്. ഈ കോർട്ടക്സിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കോർട്ടക്സിലുള്ള ഡിഫറെൻറ്റ് ഏരിയാസ് എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ഉള്ളിലേക്ക് ഇറങ്ങാം. ഉള്ളിലുള്ളത് സെറിബ്രൽ വൈറ്റ് മാറ്റർ ആണ്. അപ്പോൾ 11ാമത്തെ പോയിന്റ് അബൌട്ട് ബ്രെയിൻ ഈസ് അബൌട്ട് വൈറ്റ് മാറ്റർ. വൈറ്റ് മാറ്ററിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഇനി പറയാൻ ഉള്ളത്. വൈറ്റ് മാറ്റർ ഉള്ളിലാണ്, സോ ഇൻസൈഡ് ആണ്. ഇതൊരു സെറിബ്രൽ ഹെമിസ്ഫിയർ, ഇതൊരു സെറിബ്രൽ ഹെമിസ്ഫിയർ. സോ അതിൻ്റെയൊക്കെ ഉള്ളിലാണ് ഈ വൈറ്റ് മാറ്റർ. വൈറ്റ് എന്ന് പറയാൻ കാരണം മൈലിനേറ്റഡ് ആക്സോണിന്റെ അഗ്രിഗേറ്റ്സ് ആണ്, കൂട്ടമാണ്. ഇവിടെ ഒരു സെൽ ബോഡി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പോകുന്ന ആക്സോണുകൾ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അതിന്റെ കൂട്ടത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഈ കാണിക്കുന്ന വൈറ്റ് മാറ്റർ എന്ന് പറയും. സോ ഇവിടെ ജോലി അപ്പോൾ എന്തായിരിക്കും? ഇവിടെ ജോലി സെറിബ്രത്തിലെ ഈ ഹെമിസ്ഫിയറിലെ, ഇപ്പോൾ ഇതൊരു ഭാഗമാണ്, ഇതൊരു ഭാഗം, ഇവയെ തമ്മിൽ ഇങ്ങോട്ട് കണക്ട് ചെയ്യിക്കുക, അല്ലെ? ആക്സോൺ വേണം, അതാണ് ഒരു ജോലി. ഡിഫറെന്റ് ഏരിയാസ് ഓഫ് സെയിം ഹെമിസ്ഫിയർ അതിൽ തമ്മിൽ കണക്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് ഒരു ജോലി. രണ്ടാമത്തെ ജോലി ഈ സെറിബ്രൽ ഹെമിസ്ഫിയറിനെയും ഇതിനെയും തമ്മിൽ കണക്ട് ചെയ്യിക്കുക, ഇങ്ങനെ കണക്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ജോലി. ആൻഡ് മൂന്നാമത്തെ, സെറിബ്രത്തിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ താഴേക്ക് അല്ലെ പോണം, അല്ലെങ്കിൽ ഇവിടത്തേക്കുള്ള കാര്യങ്ങൾ ഇങ്ങോട്ടേക്ക് വരികയും ചെയ്യും. സോ വരൽ, പോക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ സെറിബ്രത്തിന് പുറം ഭാഗങ്ങളുമായിട്ട്, ശരീരം തന്നെ വേണമെന്നില്ല, ഇവിടെ ഉള്ളത് സെറിബെല്ലായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളായിട്ട്, അല്ലെങ്കിൽ ഈ തലാമസ് ആണ് ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യുക. സോ അങ്ങനെയൊക്കെയുള്ള ഫംഗ്ഷനാണ് മൂന്നാമത്തെ ഭാഗം. സോ അപ്പോൾ എന്ത് തരം ഫൈബേഴ്സ് ഉണ്ടാകും? 3 തരം ഫൈബേഴ്സ് അവിടെ ഉണ്ടാകും. ഓരോ ഹെമിസ്ഫിയറിലെയും 2 ന്യൂക്ലിയ തമ്മിൽ, ഇതൊരു ന്യൂക്ലിയ എവിടെയുണ്ട്, ഇതൊരു ന്യൂക്ലിയ എവിടെയുണ്ട്, തമ്മിൽ കണക്ട് ചെയ്യുന്നതിനെ നമ്മൾ അസോസിയേഷൻ ഫൈബേഴ്സ് എന്നാണ് വിളിക്കുക. സോ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഫൈബർ ആർ അസോസിയേഷൻ ഫൈബേഴ്സ് ആണ്. അതിനെ നമ്മൾ ഇങ്ങനെയാണെങ്കിൽ ആർക്വേറ്റ് ഫൈബേഴ്സ് എന്ന് വിളിക്കും. ഇനി 2
രണ്ട് ഹെമിസ്ഫിയറിനെ തമ്മിൽ കണക്ട് ചെയ്യിക്കുന്നത് ഇന്റർ ഹെമിസ്ഫിയറിക്കൽ കണക്ഷൻ ആണെങ്കിൽ അത് കമ്മീഷറൽ ഫൈബേഴ്സ് ആണ്. കമ്മീഷറൽ ഫൈബേഴ്സ് ആണ്. ഇനി സെറിബ്രത്തിനെ പുറത്തേക്ക് കണക്ട് ചെയ്യുക. അപ്പൊ രണ്ടാമത്തത് കമ്മീഷറൽ ഫൈബേഴ്സ് ആണ്. സോ രണ്ടാമത്തോട്ട് എഴുതാം കമ്മീഷുറൽ ഫൈബേഴ്സ്. ആൻഡ് മൂന്നാമത്തത് പുറത്തേക്ക് പോകണം. പുറത്തേക്ക് പോകുന്നതിനെ അപ്പോൾ പ്രൊജക്ട് ചെയ്യണം. അപ്പോൾ മൂന്നാമത്തതിന്റെ പേര് പ്രൊജക്ഷൻ ഫൈബേഴ്സ്. സോ 3 തരം ഫൈബേഴ്സ് ഉണ്ട്. അസോസിയേഷൻ ഫൈബേഴ്സ് ഉണ്ട്, ദെൻ കമ്മീഷറൽ ഫൈബേഴ്സ് ഉണ്ട്, ആൻഡ് പ്രൊജക്ഷൻ ഫൈബേഴ്സ്. ഇതാണ് 3 തരം വൈറ്റ് മാറ്റർ ബ്രെയിനിൽ ഉള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് അസോസിയേഷൻ ഫൈബേഴ്സിനെ പറ്റി പറയാം. അസോസിയേഷൻ ഫൈബേഴ്സ് ഞാൻ കുറേ എക്സാമ്പിൾ പറയാം. ഏതെങ്കിലും 1 2 ഒക്കെ എഴുതിയാൽ മതി. എങ്കിലും ഞാൻ ഒരു ഇതെല്ലാം പറയാണ്. ഇത് 2 തരം ഉണ്ട്. ഇത് ലോങ് നീളം കൂടിയതുണ്ട്, ഷോർട്ട് ഉണ്ട്, ചെറുതും നീളം കൂടിയതും ഉണ്ട്. ആൻഡ് ഇതെല്ലാം തന്നെ ഒരു ഹെമിസ്ഫിയറിനകത്താണ്. സോ ദീസ് ഓൾ ആർ ഇൻട്രാ ഹെമിസ്ഫിയറിക്കലാണ്. ഒരു ഹെമിസ്ഫിയറിൽ തന്നെ ഉള്ളൂ, മറ്റേ ഹെമിസ്ഫിയറിലേക്ക് പോകുന്നില്ല. ഷോർട്ട് ഇതാണ് ഒരു ഷോർട്ട്. ഒരു ഇവിടെ നിന്ന് ഇവിടത്തേക്ക് തൊട്ടടുത്ത 2 ഗൈറയെ തമ്മിൽ കണക്ട് ചെയ്യിക്കുകയാണ്. ഉദാഹരണം ഇതിന്റെ പേര് ആർക്വേറ്റ് എന്നാണ്. ആർക്വേറ്റ്, ഫെസിക്കുല. എല്ലായിടത്തും നമ്മൾ ഫെസിക്കുലൈ എന്ന വാക്കാണ് ഉപയോഗിക്കുക. ഫൈബേഴ്സ് അല്ലെങ്കിൽ ട്രാക്ട് എന്നൊന്നും ഉപയോഗിക്കുന്നില്ല. ദീസ് ആർ ഓൺലി ഫെസിക്കുലൈ. ആൻഡ് രണ്ടാമത്തെ വേറെ എക്സാമ്പിൾ ഇതാണ് അൺസിനേറ്റ് എന്ന് പറയുന്നത്. ഇത് കുറച്ച് വലുതാണ്, ലോങ്ങിൽ പെടുത്താം. ഇത് ഷോർട്ട് ആണ്. ആർക്വേറ്റ് ആർ ഷോർട്ട് വൈൽ ദിസ് ഈസ് സംവാട്ട് ലോങ് എന്ന് പറയാം. കാരണം ടെമ്പറൽ ലോബിനെയും മോട്ടോർ സ്പീച്ച് ഏരിയയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് അൺസിനേറ്റ് ഫെസിക്കുലൈ എന്ന് പറയും. അടുത്ത ഇതാണ് ദിസ് വൺ ഈസ് ഇൻഫീരിയർ ലോഞ്ചിറ്റ്യൂഡൽ. അടിയിലുള്ളതാണ് ഫെസിക്കുലസ് തന്നെയാണ്. എല്ലാം ഫെസിക്കുലസ് ആണെന്ന് പറഞ്ഞു. കണക്ട്സ് ഓസിപിറ്റൽ ടു ടെമ്പറൽ ലോബിനെയും ഓസിപിറ്റൽ, ഇവിടെ ഓസിപിറ്റലിനെയും തമ്മിൽ കണക്ട് ചെയ്യിക്കുന്നതാണ് ഇത്. ആൻഡ് അടുത്തത് ഏറ്റവും ഫേമസ് വൺ, ദിസ് ഇസ് സിംഗുലം എന്ന് പറയുന്നതാണ്. ഈ പിങ്ക് കളറിലുള്ളതാണ് സിംഗുലം. ദിസ് കണക്ട് സിംഗുലേറ്റ് ഗൈറസ്. ഇത് സിംഗുലേറ്റ് ഗൈറസ് ആണ്. ഇത് പാരാഹിപ്പോകാമ്പൽ ഗൈറസ് ആണ്. സോ ഇങ്ങനെ കോർപ്പസ് കലോസത്തിന്റെ മുകളിലൂടെ ചുറ്റി വന്ന് ഇങ്ങനെ കണക്ട് ചെയ്യുന്നതാണ്. സോ ഇറ്റ്സ് എ ലോങ് ഫൈബേഴ്സ് ആണ്, ഫേമസ് ആണ്. ഓക്കെ, സിംഗുലം എന്ന് പറയും. ദെൻ അടുത്തത് ഫ്രോണ്ടോ ഓസിപിറ്റലാണ്. ഫ്രോണ്ടോ ഓസിപിറ്റൽ എന്ന് പറയുമ്പോൾ ഇത് ഫ്രോണ്ടൽ ലോബാണ്, ഇത് ഓസിപിറ്റൽ ലോബാണ്. ഫ്രോണ്ടോ ഓസിപിറ്റൽ ഒരെണ്ണമുണ്ട്, ഫെസിക്കുലേ തന്നെയാണ്. ദെൻ ഈ മഞ്ഞ കളറിലുള്ളത്, മഞ്ഞ നോക്കുക, ഫ്രോണ്ടൽ ലോബിൽ നിന്ന് ഏറ്റവും അവസാനം ഓസിപിറ്റൽ അവിടെ തന്നെയാണ്. അപ്പൊ സുപ്പീരിയർ ലോഞ്ചിറ്റ്യൂഡനൽ ഫെസിക്കുലസ് എന്നാണ് വിളിക്കുക. സുപ്പീരിയർ ലോഞ്ചിറ്റ്യൂഡൽ ആയിട്ടാണ് പോകുന്നത്, അതുകൊണ്ട് ലോഞ്ചിറ്റ്യൂഡനൽ ഫെസിക്കുലസ് എന്ന് പറയും. സോ ഇതെല്ലാമാണ് അസോസിയേഷൻ ഫൈബേഴ്സ്. രണ്ടാമത്തെ ടൈപ്പ് കമ്മീഷേഴ്സ് ആണ്. സോ കമ്മീഷേഴ്സ് നമ്മൾ പറഞ്ഞു. കമ്മീഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഹെമിസ്ഫിയർ, ഇത് റൈറ്റ് ഹെമിസ്ഫിയർ, ഇത് ലെഫ്റ്റ് ആണെങ്കിൽ ഇതിനെയും തമ്മിൽ കണക്ട് ചെയ്യണം. ഈ പടത്തിൽ അതിനകത്ത് അപ്പോൾ ഒരെണ്ണമാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ദ മോസ്റ്റ് ബിഗ്ഗസ്റ്റ് വൺ, ഏറ്റവും പ്രധാനി, റൈറ്റും ലെഫ്റ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനം. ഇതിന്റെ പേര് ഓർത്തിരിക്കേണ്ടതാണ്, കോർപ്പസ് കലോസം. ഇതിന്റെ സ്ട്രക്ചർ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്, പക്ഷെ ഞാൻ അത് ഈ വീഡിയോയിൽ പറയുന്നു. ഏകദേശം 10 സെന്റിമീറ്ററോളം നീളമുണ്ട്, 300 മില്യൺ ഫൈബേഴ്സ് ഉണ്ട് വലിയ ട്രാക്കിനകത്ത്. എക്സെപ്റ്റ് ഒരു ഭാഗം ലോവർ ടെമ്പറൽ ലോബ് ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗത്തെയും കണക്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു ഷേപ്പ്. ആൻഡ് ഇനി വേറെ ഉണ്ടോ കമ്മീഷേഴ്സ് എന്ന് വെച്ചാൽ വേറെയും ഒരുപാടുണ്ട്. ആന്റീരിയർ കമ്മീഷേഴ്സ് ഉണ്ട്, പോസ്റ്റീരിയർ കമ്മീഷേഴ്സ് ഉണ്ട്, ഹിപ്പോകാമ്പൽ കമ്മീഷർ ഉണ്ട്, ഹെബനുലാർ കമ്മീഷർ ഉണ്ട്, ഹൈപ്പോതലാമിക് കമ്മീഷേഴ്സ്. സോ ഇങ്ങനെയൊക്കെയുള്ള പല കമ്മീഷേഴ്സും ഉണ്ട്. പക്ഷെ നമ്മൾ തൽക്കാലം കോർപ്പസ് കലോസം എന്ന് പറയുന്ന വലിയൊരു കമ്മീഷർ മാത്രം നമ്മൾ പറഞ്ഞു. അപ്പോൾ ലാസ്റ്റ് വൺ, മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഫൈബേഴ്സ് ആർ പ്രൊജക്ഷൻ ഫൈബേഴ്സ് ആണ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് പിന്നെ പറയാത്തത് ഇതാണ്, ദിസ് യെല്ലോ കളർ അപ്രോം ഉണ്ട്, പ്രൊജക്ഷൻ ഫൈബേഴ്സ്. സോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് ഇന്റേണൽ ക്യാപ്സ്യൂൾ ആണ്. ഇതാണ് ഇന്റേണൽ ക്യാപ്സ്യൂൾ, അല്ലെങ്കിൽ ഞാനിവിടെ മാറ്റി വരച്ചിട്ടുണ്ട്. ഇതാണ് ഇന്റേണൽ ക്യാപ്സ്യൂൾ എന്ന് പറയും. പല ഓർഗൻസിന്റെയും ഇടയിലൂടെയാണ് പോവുക. ആൻഡ് ഇറ്റ് ഈസ് വി ഷേപ്ഡ് ആണ്. ബേസൽ ഗാംഗ്ലിയയുടെ ഭാഗമാണ് ഇതൊക്കെ, അതിന്റെ ഇടയിലൂടെയാണ് ഇത് പോവുക. ഇത് ബേസൽ ഗാംഗ്ലിയയുടെ ഭാഗമാണ്, ഇത് ബേസൽ ഗാംഗ്ലിയയുടെ ഭാഗമാണ്, തലാമസും ബേസൽ ഗാംഗ്ലിയയുടെ ഭാഗമാണ്. സോ അതിനിടയിലൂടെയാണ് ഇത് പോവുക. ഇതിന്റെ കോട്ടക്സിലേക്കുള്ള എക്സ്റ്റൻഷൻ, അതിപ്പോൾ ഇവിടുന്ന് കോട്ടക്സിലേക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യണം. അല്ലെങ്കിൽ ഇവിടുന്ന് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ. അതിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേര് കൊറോണ റേഡിയേറ്റ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക, കൊറോണ റേഡിയേറ്റ. ഇനി ഈ ഇന്റേണൽ ക്യാപ്സ്യൂൾസിൽ 2 തരം ആക്സോണൽ ട്രാക്ട് പോകുന്നുണ്ട്. 2 തരം ആക്സോണൽ ട്രാക്ട്. സോ ഇവിടെ ആണെങ്കിൽ നമുക്ക് ഈ സൈഡിൽ വരയ്ക്കാം. ഇവിടെ ഇങ്ങനെ പോകുന്നുണ്ട്, ഒരെണ്ണം ഇങ്ങനെയും പോകുന്നുണ്ട്. ഒന്ന് ബ്രെയിനിൽ നിന്ന് ഇവിടെയുള്ള സെൽ ബോഡിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നതാണ്, താഴേക്ക് പോകുന്നതാണ്. സോ താഴേക്ക് പോകുന്നതിനെ നമ്മൾ വിളിക്കുക, ബ്രെയിനിൽ നിന്നാണ് തുടങ്ങുന്നത്, അപ്പോൾ കോർട്ടിക്കോഫ്യൂഗൽ എന്നാണ്, കോർട്ടിക്കോഫ്യൂഗൽ ഫൈബേഴ്സ്. ഇനി രണ്ടാമത്തത് ഇവിടെ നിന്ന് മുകളിലേക്ക് പോകുന്നതാണ്, ഇങ്ങനെ അങ്ങോട്ടേക്ക് പോയി എല്ലായിടത്തും പോകുന്നതാണ്. അതിനെ നമ്മൾ അപ്പോൾ കോർട്ടിക്കോപീറ്റൽ എന്നാണ് പറയുക. സെൻട്രിഫ്യൂഗൽ അത് തന്നെ സംഭവം. സോ അസെൻഡിങ് സെൻസറി ഫൈബേഴ്സ് ആണ് കോർട്ടിക്കോപീറ്റൽ. സോ ദീസ് ആർ അസെൻഡിങ് സെൻസറി ഫൈബേഴ്സ് ആണ്.
അപ്പോൾ ഇത് ഡിസെൻഡിങ് മോട്ടോർ ഫൈബേഴ്സ് ആണ് കോർട്ടിക്കോ ഫ്യൂസ്. സോ ഇറ്റ്സ് 34 minutes now. അപ്പോൾ നമ്മൾ സെറിബ്രത്തെ കുറിച്ചിട്ട് മിക്കവാറും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ഗ്രേ മാറ്ററിനെ കുറിച്ച് പറഞ്ഞു, വൈറ്റ് മാറ്ററിനെ കുറിച്ച് പറഞ്ഞു. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.